ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ വെറും 15 മിനിറ്റ് കൊണ്ട് വെജ് ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം കുറച്ചു നേരം കുതിർക്കാൻ വയ്ക്കാം. അതിനുശേഷം ഡ്രെയിൻ ചെയ്ത് വയ്ക്കണം. അതിനുശേഷം ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഡ്രെയിൻ ചെയ്ത റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് പരസ്പരം ഒട്ടിപ്പിടിച്ചത് വിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം റൈസ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. റൈസിന് അരവിരൽ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് അധികം തന്നെ ഇടണം, കാരണം ഈ വെള്ളം അവസാനം നമ്മൾ ഊറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടിയിട്ട് ഇളക്കി മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് മൂടി വയ്ക്കാം. റൈസ് ഒരു 3/4 വേവ് ആകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് ഡ്രെയിൻ ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ റൈസ് 3/4 വേവായി തീ ഓഫ് ചെയ്ത് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ക്യാപ്സിക്കം, 1 കപ്പ് ക്യാബേജ് ചെറുതായി അരിഞ്ഞത്, 1 കപ്പ് ബീൻസ്, പിന്നെ സ്പ്രിംഗ് ഓണിയനും സെലറിയും അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഇവിടെ സ്പ്രിംഗ് ഓണിയനും സെലറിയും അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല അത്. പിന്നെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് 1 സവാള നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് നേർത്ത് അരിഞ്ഞിട്ടുള്ളത്, കുറച്ച് നാരങ്ങാ നീരും സോയാ സോസും കൂടി ആവശ്യമായിട്ടുണ്ട്. ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരിക്കുന്ന അരി തണുക്കുമ്പോഴേക്കും നമുക്ക് പച്ചക്കറികൾ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. പച്ചമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും സവാള ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് പച്ചക്കറികൾ ഓരോന്നായി ഇടാം. നന്നായി ഇളക്കി കൊടുക്കുകയും വേണം. പച്ചക്കറികൾ ഒത്തിരി വേവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. പച്ചക്കറിക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി, കാരണം നമ്മൾ അരിയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചക്കറികൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് പൊടിയാതെ ശ്രദ്ധിച്ച് വേണം മിക്സ് ചെയ്യാൻ വേണ്ടി.
ഫൈനലി 2 ടേബിൾ സ്പൂൺ സോയാ സോസും കുരുമുളക് പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടോടെ സെർവ് ചെയ്യാം നമ്മുടെ സ്വാദിഷ്ടമായ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട ഒരു വിഭവമാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ഉണ്ടാക്കി നോക്കി കമന്റിലൂടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.